1-ാം തീയതി ആകുമ്പം നമ്മൾ കാണുന്നൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ക്രിസ്മസ് സ്റ്റാറുകൾ പ്രത്യക്ഷപ്പെടും. അത് ആകാശത്തിലല്ല, കടയുടെ മുന്നിലും വീടിൻ്റെ മുന്നിലും പള്ളിയുടെ മുന്നിലും ഒക്കെയാണ്. ഒരിക്കലൊരാൾ തമാശയായിട്ട് പറഞ്ഞു, ഡിസംബർ 1-ാം തീയതി സ്റ്റാർ തൂക്കുന്നത് കള്ള് ഷാപ്പിൻ്റെ മുമ്പിലും ചാരായ ഷാപ്പിൻ്റെ മുമ്പിലും വിദേശമദ്യ ഷാപ്പിൻ്റെ മുമ്പിലും ബാറിൻ്റെ മുമ്പിലുമാണ്. അതൊരു സത്യമാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് കാർഡ്. അതിപ്പോൾ ഇല്ല. പിന്നെന്താണ്? ക്രിസ്മസ് അപ്പൂപ്പൻ, ക്രിസ്മസ് ഫാദർ. ഇവരെല്ലാം കൂടെ ചേർന്ന് ക്രിസ്മസ് അങ്ങ് ഏറ്റെടുത്തു. ലോകമെമ്പാടും എല്ലാ മതസ്ഥരും എല്ലാവരും സന്തോഷത്തോടെ ഒരു ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ട് ക്രിസ്മസ് മാറി. ശരിയാണ്. കള്ളുഷാപ്പിന് മുമ്പിൽ എന്താണ് സ്റ്റാറിന് ചോദിച്ചാൽ, ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളു വയ്ക്കുന്ന ഒരു സന്ദർഭം ക്രിസ്മസും കൂടെയാണ്. അതും നമ്മൾ പറയണം, അല്ലേ? അപ്പം ഞാനീ പറയുന്നത്, ലോകം അങ്ങനെയൊക്കെ ക്രിസ്മസിനെ കാണുമ്പോൾ എന്താണ് ശരിക്കും ക്രിസ്മസ്? ഈ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം എന്താണ്? ഇനിയിപ്പോൾ 25-ാം തീയതി 24-ാം തീയതിയൊക്കെ നോക്കിയാൽ എല്ലാ പള്ളികളിലും പ്രത്യേക ക്രിസ്മസ് ആരാധനകളും പ്രാർത്ഥനകളും ടി വിയിലുമൊക്കെ ക്രിസ്മസ് സന്ദേശങ്ങളും ഒക്കെ കേൾക്കാം. അപ്പം ഇതിലൂടെയൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇപ്പം ഇന്ന് എന്തോ നിങ്ങളോട് ഇവിടെ പാടിയവരോ ഇപ്പം നിങ്ങളെ എന്താണ് സ്വാഗതം ചെയ്ത സഞ്ജയോ ഇപ്പം ഞാനീ പറയാൻ പോകുന്നതോ ഒക്കെ എന്തോ നിങ്ങളോട് എന്തോ ഞങ്ങൾ പറയാൻ പോകുന്നു നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിനെക്കാട്ടിലും ദൈവം നമ്മോട് ഓരോരുത്തരോടും ഹൃദ്യമായി വ്യക്തിപരമായി അതേസമയത്ത് വ്യക്തമായി എന്തോ സംസാരിക്കാനും കൂടെ ശ്രമിക്കുന്നു. അത് മനസ്സിലാക്കണം. കാര്യം ബൈബിളിൻ്റെ ഒരു വാക്യമുണ്ട്, ഉദയം മുതൽ അസ്തമയം വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെല്ലാവരും വിളിക്കുന്നു. ദൈവം നമ്മോടൊക്കെ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? ചിലപ്പോഴെങ്കിലും അവൻ ചെവിയിൽ വന്ന് പതുക്കെ മന്ത്രിക്കും. കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്പം ശബ്ദം കൂട്ടി പറയും. തീരെ കേൾക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ഉറക്കെ പറയും. നമുക്കറിയാം, ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഘട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പം ഒരാളവിടെ ഒരു അപകടത്തിൽ ഇങ്ങനെ പെടാൻ പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ മുകളിലിരിക്കുന്ന ആൾക്ക് താഴെ ഇരിക്കുന്ന ആളിനെ ഒന്ന് അറിയിക്കണം, അവിടെ നിന്ന് മാറാൻ, ഒരു അപകടം വരുന്നു. അപ്പം വിളിച്ചു നോക്കി, കേൾക്കുന്നില്ല. ഉറക്കെ വിളിച്ചു നോക്കി, കേൾക്കുന്നില്ല. അവസാനം ഒരു ചെറിയ കല്ലെടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കി. അയാൾ തട്ടിയിട്ട് പിന്നെയും മുകളിലോട്ട് നോക്കുന്നില്ല. അവസാനം നിവർത്തിയിട്ടിട്ട് ഒരു തേങ്ങ അവിടെ ഇരുന്നെടുത്ത് തലയിട്ട് കൊടുത്തു. തേങ്ങ അവിടെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് നോക്കി. ഇതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിലും ദൈവം എന്തൊക്കെയോ നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ആ വിസ്പർ, ആ ഒരു മന്ന സ്വരം, അല്ലെ മൃദുസ്വരം നമ്മൾ കേൾക്കുന്നില്ല. പകരം വി ഹിയർ ഷൗട്ട്സ്, അവൻ ഉറക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കും, അല്ലേ? ചിലപ്പോൾ ഈ ചെവി കേൾക്കാത്ത അമ്മച്ചിമാർ, അമ്മായിയന്മാർ പ്രത്യേകിച്ച്, അല്ലേ? അവർക്കൊന്നും കേൾക്കില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മരുമോള് ചെവി വെക്കണം, കുന്ത്രാണ്ടം വാങ്ങിച്ചു തരണില്ല എന്നൊക്കെയാണ് പരാതി സ്ഥിരം പറയുന്നത്. പക്ഷേ എന്തെങ്കിലും മരുമോള് ഭർത്താവ് വരുമ്പോൾ എന്തെങ്കിലും പറയുമ്പം അത് കൃത്യമായിട്ട് കേൾക്കും. അപ്പം നോക്കട്ടെ, കേൾക്കണ്ടാത്തത് കേൾക്കും, പക്ഷെ അതേ സമയത്ത് കേൾക്കേണ്ടത് കേൾക്കില്ല. ഇത് അമ്മായിമ്മയുടെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ. ദൈവം നമ്മൾ എന്തൊക്കെയോ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് നമ്മളെ ആരെയും മതം മാറ്റാനൊന്നുമല്ല ദൈവത്തിന് ഇഷ്ടം. ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ദൈവത്തിന് മോനുണ്ടോ? അതാണോ ക്രിസ്തു നിങ്ങൾ പറയുന്നത്? അപ്പോൾ ക്രിസ്തു മകനാണെങ്കിൽ ദൈവമാണോ? എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ശരിയാണ്, സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ ദൈവം, ബൈബിൾ പറയുന്നു പിതാവായ ദൈവം ഒരാളാണ്. ശരിയാണ്. പക്ഷേ ആ ദൈവത്തിന് മനുഷ്യനോടൊരു സന്ദേശം കൈമാറാനുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എത്ര ചെറുതാണ്. ദൈവം എത്ര വലിയ ആളാണ്. പക്ഷേ വലിയ ദൈവത്തിന് ചെറിയ മനുഷ്യനോട് വന്നൊരു കാര്യം പറയണമെങ്കിൽ അതെങ്ങനെ പറയാൻ കഴിയും? അല്ലേ? ദൈവം ദൈവമായിട്ട് ഇറങ്ങി വന്നാൽ നമ്മൾ ഞെട്ടിപ്പോവും, പിന്നെ നമ്മൾ ഇരിക്കത്തില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം താഴെക്കൂടെ ഒരു ചെറിയ ഉറുമ്പ് ഓടിപ്പോവുകയാണ്. എനിക്ക് ആ ഉറുമ്പിനോട് ഭയങ്കര സ്നേഹം വന്നിട്ട് ഉറുമ്പിനോട് എന്തോ ഒരു സന്ദേശം കൈമാറണം. ഇവിടെ ഇന്ന് കുട്ടികൾ പറഞ്ഞേ,
എനിക്ക് ആ ഉറുമ്പിനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ പോയി സംസാരിക്കും? ഞാനിവിടെ നിന്ന് ഹലോ ഉറുമ്പേ എന്ന് പറഞ്ഞ് ഉറുമ്പിനെ കേൾക്കും. ഉറുമ്പിൻ്റെ ചെവി എത്രയാണ്? ഇനി ഉറുമ്പ് ഒന്ന് പിടിച്ച് നിർത്തിയാലല്ലേ ഉറുമ്പിനെ കേൾക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ വിരലുകൊണ്ട് പതുക്കെ ചെന്ന് ഉറുമ്പിനെ ഇങ്ങനെ തൊട്ട് നിർത്താൻ പോയാൽ ഉറുമ്പ് എപ്പം ചത്തെന്ന് ചോദിച്ചാൽ മതി. കാര്യം എൻ്റെ ഒരു കൈയുടെ സ്പർശനം ചെറുതായിട്ട് തൊട്ട ഉറുമ്പിന് അത് വലിയ ഒരു എഫക്റ്റാണ്. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ ഈ അവസ്ഥയൊന്ന് മാറി ഒരു ഉറുമ്പാണ്. ഉറുമ്പായിട്ട് ആ ഉറുമ്പിൻ്റെ കൂടെ ചെന്നിട്ട് സൈഡിൽ ചെന്നിട്ട് ഹലോ കാര്യം വേണം നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിൽക്കും. കാര്യം എന്താണ്? ആ ഉറുമ്പിന് മനസ്സിലായി വേറൊരു ഉറുമ്പാണ്. ഇതുപോലെ മനുഷ്യനോട് ദൈവത്തിന് ഇടപെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവം മനുഷ്യനായി അവതരിക്കണമായിരുന്നു. അതാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യാവതാരം, ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. അതാണ് ക്രിസ്മസിൻ്റെ കഥയുടെ തുടക്കം. 2000 കൊല്ലം മുമ്പ്, നമ്മളിപ്പോൾ ഇന്ന ദിവസം 2024 ഡിസംബർ മാസം 20-ാം തീയതി അല്ലേ? ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വർഷം 31 തീരും, പുതിയ 25 തുടങ്ങും. നിങ്ങൾ കലണ്ടർ ഇതിനോടകം മേടിച്ചെങ്കിൽ മനോരമയോ മാതൃഭൂമിയോ കൗമുദിയോ ആരെങ്കിലും ഒരു കലണ്ടറും അല്ലേ സർക്കാരിൻ്റെ കലണ്ടർ ഇടും. അതിലെവിടെയെങ്കിലും നോക്കിയാൽ അറിയാം AD 2025. എന്താണ് ഈ AD? നമുക്കറിയാം, അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് BC എന്നാണ്. അപ്പം ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ ഒരു പേര് നമ്മൾ കാണുന്നു, ക്രിസ്തു അല്ലേ? അതാണ് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജനനം. അപ്പം ദൈവം എന്തിനു മനുഷ്യനായി അവതരിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു വാക്യം, ക്രിസ്തു ഈ ഭൂമിയിൽ 2000 കൊല്ലം മുമ്പ് ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രവാചകനിലൂടെ ഒരു പ്രവചനം ഭൂമിയിലേക്ക് വന്നു. അതെന്താണ് പ്രവചനം എന്നറിയാമോ? അത് യെശയ്യാവെന്നൊരു പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ബൈബിളിൽ പഴയ നിയമത്തിൽ യെശയ്യാവെന്നൊരു പുസ്തകമുണ്ട്, ഒരു പ്രവാചകൻ്റെ പുസ്തകം. അതിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അൺടു അസ് എസ് ചൈൽഡ് ഈസ് ബോൺ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു ശിശുവിൻ്റെ ജനനം നമുക്കെല്ലാം സന്തോഷമാണ് അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ മകനോ മകളോ അവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് സന്തോഷമാണ്. കുടുംബം മുഴുവൻ ആഘോഷിക്കുക, ആ നാട് മുഴുവൻ സന്തോഷിക്കുക, എല്ലാവരും വിളിച്ചു പറയും, എല്ലാവരും കുഞ്ഞിനെ കാണാൻ വരും. കുഞ്ഞിനെ കാണാൻ വരുമ്പോഴൊക്കെ സമ്മാനങ്ങളായിട്ടൊക്കെ വരും. പണ്ടൊക്കെ ആണെങ്കിൽ പൗഡറും സോപ്പും ഒരു ചെറിയ കുഞ്ഞുടുപ്പൊക്കെ ആയിട്ട് വരും. എന്തെങ്കിലും ആയിട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കുഞ്ഞ്, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ പോലും ഈ ശിശു ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടങ്ങ് നിർത്തും, ആ സന്ദേശം തീർന്നു. അതുകൊണ്ടാണ് ഇന്നും യേശു ശിശുവായിട്ട് പൊൽത്തൊട്ടി കിടക്കുന്നത്. ഇപ്പം തന്നെ പല ക്രിസ്തീയ ഭവനങ്ങളിൽ ചെന്നാൽ, ഇവിടെ ഞാൻ കണ്ടില്ല, ഒരു പൊശിത്തൊട്ടിയിൽ യേശുവിനെ കിടത്തിയിരിക്കുന്ന രൂപങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ യേശുവിനെ വിളിക്കുന്ന ഉണ്ണി യേശു എന്നാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഒന്ന് ഓർക്കണം, ആ വാക്യം അവിടെ കൊണ്ട് നിർത്തിയില്ല. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അടുത്തത്, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ശിശു ജനിച്ചു എന്നുള്ളത് വലിയ കാര്യമല്ലേ? ലോകത്തെല്ലായിടും ഇപ്പം ഞാൻ ഈ സംസാരിച്ചു തുടങ്ങി ഇത്രയും മിനിറ്റിനകത്ത് ഈ തിരുവനന്തപുരത്ത് തന്നെ എത്ര ശിശുക്കൾ ജനിച്ചാണ്? മെഡിക്കൽ കോളേജിലും SITയിലും തൈക്കാട്ടും പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ഇതിനോടൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചാണ് അല്ലേ? ലോകത്തിന് എന്തുമാത്രം ശിശുക്കൾ ജനിച്ചാണ് ഇപ്പോൾ ഈ 5 മിനിറ്റിനുള്ളിൽ. അങ്ങനെയെങ്കിൽ ഒരു ശിശു ജനിക്കുന്നതല്ല കാര്യം. രണ്ടാമത്തെ ഭാഗം, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മകൻ. ആദ്യം ഒരു ശിശു. ഇന്ന് ലോകം മുഴുവൻ ഒരു ശിശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് പറയാനൊരു സന്ദേശമുണ്ട്: ഒരു മകനെ നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, ആരാണ് ഈ മകൻ? 2, ആരാണ് ഈ തരുന്നത്? 3, ആർക്കാണ് ഈ തരുന്നത്? ആ വാക്യം ക്ലിയറാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കാണോ? അല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഒരു മകനെ തന്നിരിക്കുന്നു. ആരാണ് മകൻ? ദൈവത്തിൻ്റെ പുത്രനായ യേശു. അപ്പോഴാരാണ് ഈ മകനെ തന്നത്? പിതാവായ ദൈവം അല്ലേ? എന്നിട്ട് ആ മകനെ പറ്റി എഴുതിയിരിക്കുന്നത്, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അധികാരിയാണ് അല്ലേ? അതിനടുത്തത് അവനൊരു പേരുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയാം? അത്ഭുത മന്ത്രി. മന്ത്രി നേട്ടാ നമുക്ക് നമ്മുടെ നിയമസഭയിലെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ, കേന്ദ്രമന്ത്രിമാരെയൊക്കെ നമുക്കറിയാവും. പക്ഷെ മന്ത്രി എന്നുള്ള വാക്കിൻ്റെ ശരിക്കും അർത്ഥം കൗൺസിലർ എന്നാണ് അല്ലേ? നമുക്കറിയാം, പണ്ട് രാജാവിന് മന്ത്രിയുണ്ട്. എന്തിനാണ് മന്ത്രി?
രാജാക്കന്മാർ എന്തിനാണ് മന്ത്രിമാരെ വയ്ക്കുന്നത്? ആലോചന പറഞ്ഞു കൊടുക്കാൻ, അല്ലേ? ഉപദേശകർ, അത് അവരെയാണ് മന്ത്രി എന്ന് പറയുന്നത്. അതായത് രാജാവിന് ഇപ്പോൾ എല്ലാ കാര്യവും നോക്കി നടത്താൻ അറിഞ്ഞുകൂടാ, അങ്ങനത്തെ അത്രയ്ക്കുള്ള ഞാനൊന്നും ചിലപ്പം കാണത്തില്ല. പക്ഷേ ഒരു വിഷയം വരുമ്പം നല്ല ബുദ്ധിയുള്ള മന്ത്രിമാർ കാണും. അവർ ചെന്ന് രാജാവിന് പറഞ്ഞു കൊടുക്കും, പ്രഭു ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതുപോലെയാണ് നല്ല രാജാക്കന്മാർ ചെയ്യുന്നത്. കാര്യം അവരുടെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത്. അവരെപ്പോഴും ഒരു വിഷയത്തിൽ ഈ ബുദ്ധിയുള്ള ജ്ഞാനമുള്ള മന്ത്രിമാരുടെ ആലോചന എടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ശിശു ആയിട്ട് ജനിച്ച ഈ ദൈവപുത്രൻ ആരാണ്? അത്ഭുത മന്ത്രി, വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ലോകം മൊത്തം നോക്കിയാൽ ട്രബിൾഡാണ്. ട്രബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ കലങ്ങിയിരിക്കുകയാണ്. അതിപ്പോൾ ഇന്ന് രാവിലെ പത്രം വായിക്കുന്നു. ഇപ്പം പത്രം വലിയൊരു ഇതല്ല. ഇന്നിപ്പോൾ ഒരു പത്രം രാവിലെ വന്നാൽ പിന്നെ അടുത്ത പത്രം നാളെ രാവിലെ വരും. പക്ഷെ ഇന്നത്തെ ഈ തലമുറയ്ക്കും അടുത്ത രാവിലെ പത്രത്തിന് കാത്തിരിക്കേണ്ട. ഇപ്പം ചെന്ന് ടി വി വെച്ചാലും അല്ലേ, നമ്മൾ അപ്പോഴെപ്പോഴും വാർത്ത അറിയും. ഇന്നിപ്പോൾ ഇതിനോടകം ലോകത്ത് എവിടെയൊക്കെ എത്ര അടുത്ത് ബോംബ് വീണു, എത്ര അടുത്ത് യുദ്ധങ്ങൾ നടന്നു, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അല്ലേ? എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം ലോകം മൊത്തം കലക്കത്തിലാണ്. അത് വലിയ രാഷ്ട്രങ്ങളെന്ന് പറയുന്ന അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും യൂറോപ്പ് ആയാലും എല്ലായിടത്തും ഈ പറഞ്ഞ കലക്കമാണ്, യുദ്ധങ്ങളാണ്, അല്ലേ? വലിയ ആപത്തുകൾ, അപകടങ്ങൾ, മരണങ്ങൾ, ദുർമരണങ്ങൾ, കൊലപാതകങ്ങൾ, എന്തൊക്കെ അക്രമങ്ങളും അതിക്രമങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ലോകം കലങ്ങിയിരിക്കുകയാണ്, അല്ലേ? അടുത്തത് എന്ത് സംഭവിക്കും, നാളെ ഈ സമയം എന്തായിരിക്കും അവസ്ഥ എന്ന പോലെ ജനം വല്ലാത്ത ഭയത്തിലും ഭീതിയിലും ഇരിക്കുമ്പോഴാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ടു എ ട്രബിൾഡ് വേൾഡ് ഹീസ് എ കൗൺസിലർ. അതിൻ്റെ അർത്ഥം സകല കലക്കത്തിനും ശരിയായ ആലോചന തരാൻ ഒരാളേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. അത്ഭുതമായ ആലോചകനാണ്, അത്ഭുത മന്ത്രിയാണ് യേശു. 2, വീരനാം ദൈവം, മൈറ്റി ഗോഡ്, ശക്തനായ ദൈവം. ദൈവത്തെ നമ്മൾ ശക്തനെന്ന് പറയുമ്പം നമ്മളാരാണ്? നമ്മൾ ബലഹീനാണ്, ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഭയങ്കര ശക്തനാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ എൻ്റെ ഒരു എവിടെയാ സഹോദരി അകത്തിരുന്ന് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ട് കണ്ടിട്ടുണ്ട്. പണ്ട് കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അന്ന് ഇതിനെക്കാട്ടിലും മെലിഞ്ഞാണിരുന്നത്. ഇപ്പോഴേ എൻ്റെ അവസ്ഥയില്ല. അത് കണ്ടതിൽ 2007-ലോ 2008-ലോ ആണ്. ആലോചിച്ച് നോക്കിയേ. അപ്പം അന്ന് എന്നെ കണ്ട ഒരാൾ ഇവിടെ ഇപ്പം എന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ കണ്ടുപിടിക്കുക അവർ കാരണം, അയ്യോ ഇതിനെക്കാട്ടിലും മെലിഞ്ഞല്ലേ എന്നിരുന്നുണ്ട്. ഞാൻ അന്തം വിട്ടുപോയി. കറക്റ്റാണ് അവർ പറഞ്ഞ. ഒരിടത്ത് ഞാൻ പോയൊരു കാര്യം സംസാരിച്ചപ്പോൾ ആ സഹോദരി കേട്ടുപോലും. അപ്പോൾ എൻ്റെ കൃത്യമായിട്ട് ഓർത്ത് പറഞ്ഞു, മെലിഞ്ഞല്ലേ ഇരുന്നതെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് എന്നാണ് ഞാൻ ഗൗണമായിട്ടിരുന്നത്, എന്നും മെലിഞ്ഞാണ് ഇരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം വീക്കാണ്, പക്ഷേ ശക്തനായൊരു ദൈവമുണ്ട്. അതല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? നമ്മുടെ ഒരു ദൈവസങ്കല്പം എങ്ങനെയാണ്? നമുക്കൊരു ബലഹീനനായ ദൈവത്തെ ആർക്കും വേണ്ട. നമുക്കെപ്പോഴും വേണ്ട ശക്തിയുള്ള, അല്ലേ, സർവശക്തിയുള്ള ഒരു ദൈവത്തെയാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവം വീരനാം ദൈവമാണ്. അടുത്തത് നിത്യപിതാവ്. അതിൻ്റെ അർത്ഥം ഇന്ന് ലോകത്ത് എവിടെ ആരെ നോക്കിയാലും അവരെല്ലാം അനാഥരെ പോലെയാണ്. ശരിയാണ്, ശരിയല്ലേ? ഒരു കുടുംബത്തിൽ ഒത്തിരി അംഗങ്ങളുണ്ട്. ഒരു വലിയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, പക്ഷേ അവർക്കെപ്പോഴും ദേ ഫീൽ ലോൺലി. എന്താണ്? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് കരുതാൻ ആരുമില്ല. ഇത് തന്നെയല്ലേ പ്രശ്നം? എന്നാലോചിച്ച് നോക്കിയിരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു ചരിത്രം എടുത്താൽ അറിയാം. ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഒന്നും ഇല്ലാത്തവരാണോ പോയി ആത്മഹത്യ ചെയ്യുന്നത്? ഒന്നും ഇല്ലാത്തവർ പിന്നെയും ജീവിക്കും കേട്ടോ. എല്ലാം ഉള്ളവരാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത്. കാര്യം എല്ലാം ഉണ്ട്, വലിയ സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, വീട് നിറച്ച ആളുമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഏകാന്തത, അല്ലെങ്കിൽ വേറെ വാക്കി പറഞ്ഞാൽ ഐ ഫീൽ ലോസ്റ്റ്. ഞാനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തോന്നുന്നു. എനിക്കൊന്നുമില്ല എന്ന് തോന്നുന്നു, എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്നു, എനിക്കൊരു ഏകാന്തത തോന്നുന്നു. ഇങ്ങനെ ഏകാന്തത തോന്നുന്ന, നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ഇങ്ങനൊരു വലിയ ജനസമൂഹമാണ് ഇന്ന് ഭൂമിയിലുള്ളത്. അവർക്കാണ് ഇവിടെ പറയുകയാണ്, എന്താണ്? നിത്യപിതാവ്. അതിൻ്റെ അർത്ഥം പിതാവില്ലാത്തവർക്ക് നല്ലൊരു പിതാവാണ് ദൈവം. ഞാൻ പറയട്ടെ, എല്ലാവരും ദൈവത്തെ ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ സങ്കല്പിക്കും, ഒരു വലിയ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണും. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം പിതാവാണ്. ഒരു പിതാവ്, സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും പരിപാലിക്കുന്ന, സകലത്തെയും സ്നേഹിക്കുന്ന, ക്ഷമിക്കാൻ കഴിയുന്ന, അല്ലേ, സഹായിക്കാൻ കഴിയുന്ന, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. അടുത്തത് ഒരു കാര്യം കൂടി, സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. അതിൻ്റെ അർത്ഥം
ഇന്ന് സമാധാനമില്ല. ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് തമ്മിൽ എന്തില്ല? സമാധാനമില്ല, അല്ലേ? എന്തിനാണ് ഈ പട്ടാളം? എന്തിനാണ് ഈ അതിർത്തി രക്ഷാസേന? എന്തിനാണ് ഈ മിസൈലുകൾ? എന്തിനാണ് ഈ എയർഫോഴ്സ് തന്നെ? എയർഫോഴ്സ് എന്തെങ്കിലും പൂവിതരാനാണോ? അല്ലല്ലോ, അല്ലേ? എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ പൂവിടാനല്ലല്ലോ പോകുന്നത്, ബോംബിടാനും മിസൈൽ അയക്കാനും അല്ലേ ഒക്കെയാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇന്ന് എന്തിനാണ് ഇത്രയും മനുഷ്യർ ഭയപ്പെട്ടിരിക്കുന്നത്? പീപ്പിൾ ആർ ഓൾ അപ്സെറ്റ്, വളരെ അപ്സെറ്റാണ്. പീപ്പിൾ ആർ ആംഗ്രി, എല്ലാവർക്കും കോപമാണ്. എല്ലാവരും അന്യോന്യം നശിപ്പിക്കാൻ ഈ പറഞ്ഞ വാളെടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ദൈവം പറയുന്നു, അല്ല, എൻ്റെ മകനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്നത്, അവൻ സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞ യേശുവിൻ്റെ 4 പേരുകൾ എന്തൊക്കെയായിരുന്നു? മന്ത്രി, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാന പ്രഭു. ഇങ്ങനെയുള്ള 4 പേരുകൾ അല്ലെങ്കിൽ വിശേഷണ പദമുള്ള ഒരു മകനെയാണ് ദൈവം നമുക്ക് നൽകിയത്. ആ മകൻ്റെ ബർത്ത്ഡേയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കണം, ഇങ്ങനെയുള്ളൊരു മകനെ ദൈവം നമുക്കെന്തിനയച്ചു തന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബൈബിളിൽ ഈ ക്രിസ്മസിൻ്റെ ചരിത്രം പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളുണ്ട്. അതിൽ 3-ാമത്തെ സുവിശേഷമായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം എടുത്തിട്ട് അവിടെ വായിച്ചു നോക്കിയാൽ യേശുവിനെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് തന്ന ഒരു കന്യകയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മറിയ എന്നായിരുന്നു പേര്. അവളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്നു, പക്ഷേ വിവാഹം കഴിച്ച് ഒന്നിച്ച് താമസിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഈ കന്യക, അറിയാലോ ഇന്നത്തെ ഈ കല്യാണം ഉറച്ച് കല്യാണം ദിവസം എത്തുന്നതിന് മുമ്പുള്ള ആ പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അവൾ എത്ര ബ്യൂട്ടീഷ്യനെ കണ്ട്, അവൾ എത്ര സൂപ്പ് കുടിച്ച്, അവൾ എത്ര വണ്ണം കുറച്ച്. പണ്ടൊക്കെ പെണ്ണുങ്ങൾ ഇച്ചിരി സൂപ്പ് കുടിക്കും കല്യാണത്തിന്, അന്നെങ്കിൽ ഇത്തിരി നന്നായിരിക്കാൻ. ഇന്ന് പല പെണ്ണുങ്ങളും ചെയ്യുന്നത് വണ്ണം കുറച്ചിട്ട് കല്യാണത്തിന് സ്ലിം ബ്യൂട്ടിയായിട്ട് കാണാനാണ്, അല്ലേ? കല്യാണത്തിനൊന്നെല്ലാം നന്നായിരിക്കും. അപ്പം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവളുടെ കല്യാണ ദിവസം അവളുടെ ഭർത്താവിനോടൊപ്പം പോയി താമസിക്കുക എന്നാൽ അവളുടെ സ്വപ്നമാണ്. അങ്ങനെ അവൾ ഒത്തിരി സ്വപ്നം കണ്ട് അവൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു വരനുണ്ട്. ആ വരൻ്റെ പേര് യോസെഫ് എന്നായിരുന്നു. ഇവിടെ ഒരു ജോസഫ് ഉണ്ടല്ലേ, കൊച്ചുമോൻ. ഓക്കെ, അപ്പം ഈ യോസെഫിനെ ഇങ്ങനെ സ്വപ്നം കൊണ്ട്, അന്ന് മറിയയ്ക്ക് ഫോൺ ഉണ്ടായിരുന്നു, എപ്പോഴും മറിയ ഫോണിലായിരുന്നേനെ. നല്ല നേരം ഒന്നും മറിയയ്ക്ക് ഫോണില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നപ്പോൾ സംസാരിക്കാൻ കിട്ടിയത്. ഇന്ന് ദൂതം വന്നാലും ഫോൺ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ആലോചിച്ചൊക്കെ, ദൂതം വന്നാൽ അവിടെ നിൽക്കും, ഹലോ എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് നിർത്തുമോ? ഞാൻ ചിലപ്പം ചിന്തിക്കും, ഈ 21-ാം നൂറ്റാണ്ടിലെങ്കിൽ ദൈവം ഒരു ദൂതനെ കാണും മറിയ എടുത്ത് വിട്ടിരുന്നെങ്കിൽ, ദൂതം വന്ന് അവിടെ ചൊറിയും കുത്ത് നിൽക്കുകയുള്ളൂ, മറിയ ഫോൺ താഴ്ത്ത് വെച്ചിട്ട് വേണ്ടേ, കാര്യം ഇയാളോട്ട് സംസാരിച്ച് തീരണ്ടേ. 3-4 ദിവസം മുമ്പ് ഞാനൊരു കല്യാണം നടത്താൻ പോയി തിരുവല്ലയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കേട്ട ഒരു കഥയാണ്. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് 8 വർഷം അവർ ഇഷ്ടപ്പെട്ടിട്ട് ആണ് വീട്ടുകാർ ചേർന്ന് കല്യാണം നന്നായിട്ട് നടത്തി കൊടുത്തു. കല്യാണം നടത്തി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് 2 പേർക്കും ചെറിയ കശപിശാണ്, അവർ തമ്മിൽ പിരിയണം. അപ്പോൾ ആരാ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തിനാണ് പിരിയേണ്ടത്? നിങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്ന് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പം എന്തിനാണ് നിങ്ങൾ പിരിയുന്നത്? പിരിയാനാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? അപ്പോൾ പരാതി എന്താണ്? ഇയാളൊന്നും സംസാരിക്കുന്നില്ല, ഭാര്യയുടെ പരാതി. അപ്പോൾ അയാളോട് ചോദിച്ചു, നിനക്കൊന്നും സംസാരിക്കാനില്ലേ? നീ 8 വർഷം കാത്തിരുന്ന് കെട്ടിയിട്ട് നിനക്ക് നിൻ്റെ പെണ്ണിനോടൊന്നും സംസാരിക്കാനില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞത്, ഞങ്ങൾ ഈ 8 വർഷം കൊണ്ട് എല്ലാം സംസാരിച്ച് തീർന്നു, ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. ഇന്നത്തെ പ്രശ്നം ഈ പെണ്ണും ചെറുക്കനും കൂടെ സംസാരിച്ച് പിന്നെ കല്യാണം കഴിച്ചിട്ട് ഒന്നും സംസാരിക്കാനില്ല. അന്നെന്തായാലും ഈ മറിയയ്ക്ക് ഫോണില്ലാത്തത് കൊണ്ട് വീട്ടിലിങ്ങനെ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൂതം വന്നിട്ട് പറയാണ്, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി എന്നല്ല, കൃപ ലഭിച്ചവളെ വന്ദനം. അതായത് ഒരു അഭിവാദ്യം പറയുകയാണ്. പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോയി, ആരെന്നെ മുറിക്കകത്ത് വന്നത്? നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, വേറെ ആരുമില്ല, ഇതൊരു ദൈവദൂതനാണ്. അപ്പോൾ ആ ദൂതൻ പറഞ്ഞ ആദ്യത്തെ ഒരു വാക്ക് എന്താണെന്നറിയാമോ? ഭയപ്പെടണ്ട. നല്ലോണം ഓർക്കണം, ഈ ബൈബിളിൽ ദൈവം മനുഷ്യനോട് എപ്പോഴൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആദ്യത്തെ പദം എന്താണെന്നറിയാമോ? ഭയപ്പെടണ്ട. അന്നും ഇന്നും സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരോടും പറയാനുള്ളൊരു സന്ദേശം ഭയപ്പെടണ്ട. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ദൈവത്തിന് പറയാനൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഭയപ്പെടണ്ട. ഒന്നിനെ ചൊല്ലിയും ഭയപ്പെടണ്ട.
നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം സംഭവിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തെ ഇങ്ങനെ ഭയപ്പെടേണ്ട, ആ ഭയത്തെ നീക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന ആ വിഷയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ നമുക്കൊരു ശരീരത്തിലൊരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലേ? നമുക്കൊരു ശരീരത്തിൻ്റെ പ്രശ്നമുണ്ട്, അതിന് കൂടുതൽ ചെക്കപ്പും ടെസ്റ്റും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? എപ്പോഴും ഭയമായിരിക്കും. സംശയമില്ലേ? സംശയമുണ്ടോ അതിനെപ്പറ്റി? ഭയമായിരിക്കും. ഒരു ശരീരത്തിലൊരു പ്രശ്നമായാലും, അല്ലേ, ഒരു ഭാവിയെ പറ്റിയായാലും, മക്കളെ പറ്റിയായാലും, ജോലിയെ പറ്റിയായാലും എപ്പോഴും നമുക്ക് ഒത്തിരി ആകുലതകളുണ്ട്, ഭയമുണ്ട്. അപ്പം ദൈവത്തിന് എപ്പോഴും ജനത്തോട് പറയാനുള്ള, അല്ലേ, ഭൂമിയിലെ മനുഷ്യരോട് ദൈവത്തിന് പറയാനുള്ള ആദ്യത്തെ സന്ദേശം ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിൻ്റെ കൈക്ക് പിടിക്കാം, ഞാൻ നിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പം ആ ദൂതൻ വന്ന് മറിയോട് പറഞ്ഞത് ഭയപ്പെടണ്ട. പിന്നീട് ആ മറിയുടെ കാര്യം കൂടെ അത് കഴിഞ്ഞ് കാണുന്നത്, അവിടെ വെളിംപ്രദേശത്ത് ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ട് രാത്രിയായപ്പോൾ അവരാ വെളിംപ്രദേശത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വെളിംപ്രദേശത്ത് ഇങ്ങനെ ആടുകളൊക്കെ കിടപ്പായി, ദൂതന്മാരും അങ്ങോട്ട് മാറി എല്ലാവരും കൂടെ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവരെല്ലാം ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടക്കുകയാണ്, ആകാശം നോക്കി അവർ കിടന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പം അവിടെ ഒരു പദമുണ്ട്, എന്താണെന്നറിയാമോ? ഈ ആട്ടിടന്മാർ ഈ ദൂതന്മാരുടെ ഒക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഉടനെ ആദ്യം ദൂതൻ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ഭയപ്പെടണ്ട. മറിയോട് പറയുന്നതും ഭയപ്പെടണ്ട, ആട്ടിടന്മാരോട് പറയുന്നതും ഭയപ്പെടണ്ട, അല്ലേ? എവിടെയൊക്കെ ദൈവം മനുഷ്യനോട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടോ, സംസാരിച്ച് തുടങ്ങുന്ന ആദ്യത്തെ പദം ഭയപ്പെടണ്ടെന്ന് തന്നെയാണ്. ഇന്ന് രാത്രി ദൈവം നമ്മോടും പറയുന്ന ആ പദം തന്നെയാണ്. ആരെങ്കിലും ഭയത്തോടുകൂടെ ഇന്ന് രാത്രിയോടെ വന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, നമ്മെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം, അല്ലേ? നമുക്കെല്ലാം പിതാവായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവം പറഞ്ഞു, മകനെ, മകളെ, ഭയപ്പെടണ്ട. നീ ഭയപ്പെടുന്ന വിഷയത്തിൽ ഞാൻ നിന്നോട് ഈ ക്രിസ്മസ് കാലത്ത് സംസാരിക്കുകയാണ്. നീ ഭയപ്പെടുന്ന കാര്യം സംഭവിക്കുകയില്ല. നീ ഭയപ്പെടുന്ന കാര്യം നീ ഭയപ്പെടുന്ന പോലെ ഇല്ല. നീ ഭയപ്പെടുന്ന കാര്യത്തിൽ ആര് നിന്നെ സഹായിക്കുമെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ആർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് സഹായിക്കാൻ കഴിയും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഇല്ല, ഞാൻ നിന്നെ താങ്ങും. ഇതാണ് പറയുന്നത്. വീണ്ടും നമുക്കറിയാം, യേശു ജനിച്ചു. യേശു ജനിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പലസ്തീനയിൽ ബെത്ലഹേം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ. ആ ഗ്രാമം ദാവീദിൻ്റെ ഗ്രാമമാണ്. അതുകൊണ്ടാണ് ദാവീദ് പുത്രൻ എന്ന് യേശുവിനെ വിളിക്കുന്നത്. പക്ഷേ ആ ഗ്രാമത്തിൽ പെട്ടെന്നൊരു സെൻസസ് എടുക്കണമെന്നൊരു നിയമം പാസ്സാക്കി. ഇന്നൊക്കെയാണെങ്കിൽ സെൻസസ് എടുക്കുന്നവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വിവരങ്ങൾ എടുത്തിട്ട് പോകും. അന്നത്തെ കാലത്ത് ഓരോരുത്തർ അവനവൻ്റെ ജന്മനാട്ടിൽ പോയി അവിടെ ചെന്ന് പതിക്കണം. ഇത് നമ്മൾ ഇലക്ഷന് നമ്മൾ എവിടെയാണ് വോട്ടുള്ളത് അവിടെ ചെന്ന് വോട്ട് ചെയ്യുന്ന പോലെ അന്ന് ഈ പറഞ്ഞ പോലെ സെൻസസ് എടുക്കാൻ വേണ്ടി എല്ലാവരും അവരവരുടെ നാട്ടിൽ വന്നു. ആ കൂട്ടത്തിൽ യോസേഫ് ഈ ബെത്ലഹേംകാരനായിരുന്ന കാരണം അവിടെ വന്നപ്പം മറിയ പൂർണ്ണ ഗർഭിണിയായിരുന്നു. 130 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവരുടെ ഗ്രാമമായ നസ്രയത്തിൽ നിന്ന് ബെത്ലഹേം വരെ വരാൻ. അന്നത്തെ കാലത്ത് വന്ദേ ഭാരത് ഇല്ല, KSRTC ഇല്ല, എന്തിന് ഓട്ടോറിക്ഷ പോലും ഇല്ല. അതിൻ്റെ അർത്ഥം ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ചിലപ്പോൾ ഒരു കഴുതപ്പുറത്തായിരിക്കും ഇരുത്തി. ഒരു കഴുതപ്പുറത്ത് 2 പേർക്ക് ഇരിക്കാമെന്ന്. നിങ്ങളെല്ലാവരും ബൈക്കിൽ 2 പേരിരിക്കുന്നു. ഒരു കഴുതയുടെ മണ്ടേ രണ്ടാമതൊരുത്തം കയറി അവനാണ് കഴുത. അപ്പോൾ ആലോചിക്കുക, ഈ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഒരു കഴുതപ്പുറത്തിരുത്തി ഈ 130 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് ഈ ബെത്ലഹേമിലെത്തി. അവിടെ ചെന്നപ്പം പ്രയാസം, പ്രസവത്തിൻ്റെ ലക്ഷണങ്ങൾ. അയ്യോ, എവിടെയെങ്കിലും ഒന്ന് പ്രസവിക്കാൻ. ഇന്നത്തെ പോലെ ആശുപത്രിയൊന്നുമില്ല. അന്ന് അവർ നോക്കിയത് സത്രങ്ങളുണ്ടായിരുന്നു, വഴിയമ്പലം എന്ന് പറയും. അവിടെ ചെന്നപ്പോൾ വഴിയമ്പലത്തിൽ ഓരോരുത്തരും മുട്ടിയിട്ട് ഒരു മുറി തരുമോ, എൻ്റെ ഭാര്യയ്ക്ക് കണ്ട ഒന്നും പ്രസവിക്കുമ്പോൾ തന്നെ പ്രസവിക്കുമെന്ന് തോന്നുന്നു. ഒരു വഴിയമ്പലത്തിലും മുറിയില്ല. ഇതാരാണ് ഈ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞാരാണ്? സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷേ ആ ദൈവത്തിന് ഈ ഭൂമിയിൽ വന്നപ്പം ആ അമ്മയ്ക്കൊന്നും ഒരു മറ കെട്ടി ഒന്ന് പ്രസവിക്കാൻ ഒരു മുറി അന്നില്ലായിരുന്നു, ഒരു വീട് അന്നില്ല, ഒരു വഴിയമ്പലവും ഇല്ല. അവസാനം അവിടുത്തെ വഴിയമ്പലങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയ വട്ടത്തിൽ ഇങ്ങനെ മുറികൾ നടുക്കൊരു നടുമുറ്റവും കാണും. അതാണ് അവിടുത്തെ രീതി. ആ നടുമുറ്റത്ത് ഈ മുറി എടുത്തിരിക്കുന്നവരുടെയൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം നടുമുറ്റമാണ്.
ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ഹോട്ടലിൽ ചെന്ന് മുറി എടുത്താൽ നമ്മുടെ കാർ താഴെ ഇടുന്ന ഒരു കാർ പാർക്കുണ്ട്. അതുപോലെ വഴിയമ്പലത്തിൽ വരുന്നവരുടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് നടുമുറ്റം. ഇനി വാഹനം ഏതാണ്? കഴുത. അപ്പോൾ ഈ കഴുതകളെല്ലാം കൂടെ കെട്ടി നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കണ്ടേ, കഴുതയ്ക്കും ഫുഡ് കൊടുക്കണ്ടേ, അതിനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഇടുന്ന ചില പുൽത്തൊട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വഴിയമ്പലത്തിലും നോ വേക്കൻസി പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് സമയമായി. പെട്ടെന്ന് ആ യോസെഫിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്ക്. തനിക്ക് കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഈ പെൺകുട്ടി, അവൾ ഗർഭിണിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം, അവൾ ഗർഭത്തിന് ഉത്തരവാദി ഈ ഭർത്താവല്ല. കാരണം ദൈവം പറഞ്ഞു, അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവൾ ഗർഭിണിയായി. അവൾ പ്രസവിക്കുന്ന മകൻ യേശു എന്നാണ് അവൻ്റെ പേര്. ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്ന ദൈവപുത്രനാണ്, രക്ഷകനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ദൈവപുത്രനെ പ്രസവിക്കുവാൻ ഒരു മുറിയില്ലാതെ ആ നിസ്സഹനായി നിന്ന ആ ഭർത്താവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മറ കെട്ടി ഒന്ന് സ്വസ്ഥമായിട്ട് ആരെങ്കിലും സ്ത്രീകളുടെ സഹായത്തിന് ഒന്നും നോക്കാം. അവിടെ മിഡ് വൈഫും നേഴ്സും ഒന്നുമില്ലായിരുന്നു. എന്തായാലും പറഞ്ഞു തിരിഞ്ഞപ്പോൾ പ്രസവം കഴിഞ്ഞു. കുഞ്ഞിനെ എടുത്ത് പൊതിഞ്ഞ്, ശീലകൾ പൊതിഞ്ഞ് ആ പുൽത്തൊട്ടിയിൽ കെട്ടി. ഈ കന്നാലികളൊക്കെ നിൽക്കുന്ന തൊഴുത്തുള്ളിടത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് എത്ര വൃത്തിയായിട്ട് നമ്മൾ തൊഴുത്ത് വെച്ചാലും അത്യാവശ്യം നല്ല കൊതുവും ഒക്കെ അവിടെ കാണും. ഇന്ന് നമ്മളറിയാമല്ലോ, നമ്മൾ കുഞ്ഞ് പ്രസവിക്കുമ്പം എല്ലാ ആശുപത്രികളുടെയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആശുപത്രിയുടെ മുമ്പിലെല്ലാം കടയിൽ വിൽക്കുന്ന ഒരു സാധനമാണ് കൊതുക് വല. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഈ കുഞ്ഞിനെ ഒരു കൊതുകടിയിരിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ അവിടെ കൊതുകലയില്ല, ഒന്നുമില്ല. ഒരു പശുത്തൊഴുത്തിൽ കുഞ്ഞിനെ കിടത്തേണ്ട ഗതിയായിട്ട്. അതാണ് നേരത്തെ ഇവിടെ ഡേവിഡ് പാടിയ ഒരു മനോഹരമായ പാട്ട്. ഞാൻ അവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ പാടിയ പാട്ടുകൾ ഏറ്റവും മനോഹരമാകുമായിരുന്നു. എന്തായിരുന്നു അറിയാമോ? ദൈവ കരുണയിൻ മഹാത്മ്യം വർണ്ണിക്കുവാൻ കഴിയുമോ എന്ന് പറഞ്ഞൊരു മനോഹരമായൊരു പഴയ പാട്ടാണ് അദ്ദേഹം പാടിയത്. ആ പാട്ടിൻ്റെ ഇടയ്ക്കൊരു ചരണം എന്തായിരുന്നു? ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ? ദൈവപുത്രൻ ഒരു പശുത്തൊഴുത്തിൽ മനുഷ്യനായി വന്ന് അവതരിച്ച് പിറന്നത് വെറും കഥയെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് കഥയല്ല, ദൈവത്തിൻ്റെ കരുണയാണ് മനുഷ്യനോടുള്ളത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞത്, ക്രിസ്മസ് ഇന്ന് വലിയ ആഘോഷമായിട്ട് ക്രിസ്ത്യാനികൾ എല്ലാവരും ആഘോഷിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഹീറോ ആയ യേശു, ആ യേശുവിനെ അന്ന് പ്രസവിക്കാൻ ആ അപ്പനും അമ്മയ്ക്ക് ഒരു മുറി ഇന്ന് അന്ന് ഭൂമിയിൽ കിട്ടി. ഇന്നാണ് എല്ലാ പള്ളിയും തുറന്നു കൊടുത്തത്. പക്ഷേ അന്ന് ഓരോരിടത്തും എൻ്റെ യേശുവിന് അന്നൊരു മുറിയില്ലായിരുന്നു. ഒരു പശുത്തൊട്ടിയിലാണ് ആ കുഞ്ഞിനെ കിടത്തിയത്. ഇനി അവിടെ നിന്ന് മുന്നോട്ട് യേശു വളർന്നു. അവസാനം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടണമെന്നുള്ള സന്ദേശം അന്ന് താൻ എല്ലാവരോടും നടന്നു പറഞ്ഞു. തൻ്റെ അടുത്ത് വന്ന രോഗികളെല്ലാം സൗഖ്യമാക്കി. ഭൂതങ്ങൾ കയറി ഒത്തിരി പേരുണ്ട്, അവരെയൊക്കെ വിടുവിച്ച് സ്വതന്ത്രരാക്കി. എന്തിന്? മരിച്ചവരെ പോലും ഉയർപ്പിച്ചു. ഒടുവിൽ ഈ മരിച്ചവരെ ഉയർപ്പിച്ച യേശു തൻ്റെ 33.5 വയസ്സിൽ താനൊരു പാപിയെപ്പോലെ, ഒരു ക്രിമിനലിനെ പോലെ ഒരു ക്രൂശിൽ, അന്ന് റോമൻ ഗവൺമെൻറ് വിധിച്ചിരുന്ന ഒരു ക്രൂശ് മരണം താൻ ഏറ്റെടുത്ത് ആ ക്രൂശിൽ പോയി മരിക്കേണ്ടുന്നൊരവസ്ഥ, വല്ല ക്രൂരമായി കൊലപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് നാം എല്ലാവരും, അതായത് ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നമ്മുടെ എല്ലാ പാപത്തിന് പിതാവായ ദൈവം വിധിച്ചിരുന്ന ഒരു ശിക്ഷയുണ്ടായിരുന്നു. അത് ജീവപര്യന്തവും 10 വർഷമോ ഒന്നുമല്ല, മരണം എന്നൊരു ശിക്ഷ. ആ മരണം എന്ന് പറഞ്ഞാൽ പൂജപ്പുര തൂക്കിക്കൊല്ലുന്ന മരണമല്ല, എന്നേക്കും ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിത്യ നരകത്തിൽ പോയി കിടക്കുന്നൊരവസ്ഥയാണ് ദൈവം വിധിച്ചിരുന്ന നിത്യമരണം. പക്ഷേ ആ നിത്യമരണം എന്ന ശിക്ഷ തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വന്ന ആ മരണം നമുക്കെല്ലാം പകരമായി ആ ക്രൂശിൽ ആ ശിക്ഷ ഏറ്റെടുത്ത് താനങ്ങ് അത് കൊടുത്തു തീർത്തു. ഒരു കടം കൊടുത്തു തീർക്കുന്ന പോലെ. എനിക്ക് കടം വീട്ടാൻ നിവൃത്തിയില്ല, പക്ഷേ എനിക്ക് പകരം ഒരാൾ ആ കടം കൊടുത്തു വീട്ടി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശിക്ഷ വേറൊരാൾ ഏറ്റെടുത്തു. സാധാരണ ഭൂമിയിൽ അങ്ങനെ ഒരു പതിവില്ല. ഒരാളുടെ ശിക്ഷ വേറൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. അങ്ങനെ അനുവദിക്കുമോ കോടതി? ഇല്ല. അവനവൻ ചെയ്ത തെറ്റിന് അവനവൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ലോകത്തിലെ മാനവരാശി മുഴുവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഒരിക്കലായി യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ആ ശിക്ഷ താൻ ഏറ്റെടുത്തു. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയും.
അതിനായി അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് സ്വമേധയാ മനസ്സോടെ നമുക്ക് പകരമായി ആ ക്രൂശിൽ മരിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിതാവ് ഇത്രയും പുത്രനെ സ്നേഹിച്ചെങ്കിൽ എന്തിനൊരു മരണത്തിന് അങ്ങനെ വിട്ടുകൊടുത്തു? കാര്യം പിതാവായ ദൈവം വിശുദ്ധനായ ദൈവമാണ്. ആ വിശുദ്ധനായ ദൈവത്തിന് പാപം ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യേശു നമ്മുടെ എല്ലാം പാപം തന്നിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ക്രൂശിൽ ഒരു പാപിയെപ്പോലെ കിടക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് പിതാവ് മോഹം മറച്ചു കളഞ്ഞു. അപ്പോഴാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് യേശു ഒരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടത് എന്ത്? ഒരു നിമിഷത്തേക്കെങ്കിലും പിതാവ് പുത്രനെ കൈവിട്ടൊരു സന്ദർഭം ബൈബിളിലുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ യേശു ഒരു പാപവും ചെയ്തിട്ടല്ല. ഞാനും നിങ്ങളും ചെയ്ത പാപം ആ യേശുവിൽ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു നിമിഷത്തേക്ക് പിതാവ് കണ്ണങ്ങ് മറച്ചു. മനസ്സിലേക്ക് തോന്നിയില്ല, മരിക്കാൻ അനുവദിച്ചു. പക്ഷെ ആ മരണം അത് നമ്മുടെ ജീവന് കാരണമായി. കാര്യം പിതാവിന് ഈ പറഞ്ഞത് ശിക്ഷിക്കാതെ കഴിയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി. പക്ഷെ ഇപ്പോൾ ആ നീതി നിറവേറി. എങ്ങനെ? തൻ്റെ പുത്രൻ ആ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം പിതാവായ ദൈവം എന്തു പറഞ്ഞു കാണും? ഇനി എൻ്റെ പുത്രൻ സകലരുടെയും പാപത്തിന് പരിഹാരമായി അവൻ്റെ ജീവനെ കൊടുത്തത് കാരണം ഇനി അവൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഇനി മരിക്കേണ്ട ആവശ്യമില്ല, നിത്യമരണം ഇനി ആവശ്യമില്ല, നിത്യജീവൻ ഞാൻ കൊടുക്കാം. ഇന്നിവിടെ പാടിയ പാട്ടുകളുടെയൊക്കെ ഉള്ളടക്കവും സന്ദേശവും ശരിക്കും അതായിരുന്നു. എന്തായിരുന്നു? നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെയുണ്ട്. നമുക്കൊക്കെ ഒരു അസുഖം വരുമ്പോൾ അല്പം മരുന്നൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പൈസയുണ്ട്, ഇൻഷുറൻസൊക്കെ ഉണ്ടെങ്കിൽ അല്പം കൂടെ ഒക്കെ ഒന്ന് ആയുസ് നീട്ടി കിട്ടും. പക്ഷേ നിത്യമായിട്ട് ആർക്കും ആയുസ് കിട്ടില്ല, ഉറപ്പല്ലേ? ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും മഹാനായ എഴുത്തുകാരനും നോവലിസ്റ്റുമാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർ സാർ. അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. ഇതിനോടകം അദ്ദേഹം പോയെന്ന് നമുക്ക് അറിഞ്ഞൂടാം. അങ്ങനെയെങ്കിൽ വൈകുന്നേരം ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോഴും വാർത്ത കണ്ടത് അത്യാസന്ന നിലയിലാണ്, ഇനി രക്ഷയില്ല അല്ലേ? അപ്പം ഡോക്ടർമാർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. അവിടെ മന്ത്രിമാരൊക്കെ ആശുപത്രി നിൽക്കുകയാണ്, എല്ലാ പ്രമുഖരും അവിടെ നിൽക്കുകയാണ്. പക്ഷെ ആർക്കും ഒന്നും ഒരുവൻ്റെ ആയുസിനെ നീട്ടാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിന് നീട്ടാൻ കഴിയും. അതെന്തെന്നറിയാമോ? ആയുസല്ല, എൻ്റെ ജീവൻ നിത്യജീവനാക്കി തരുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആ നിത്യജീവൻ നമുക്കെല്ലാം തരാൻ വേണ്ടിയാണ് ഈ പുത്രനായ യേശു ക്രിസ്തുവിനെ അന്ന് ഈ ക്രിസ്മസ് കാലത്ത് ഭൂമിയിലേക്ക് അയച്ചത്. അതിനോട് ചേർന്ന് ഒരൊത്തിരി യേശു പറഞ്ഞ ഒരു കഥയുണ്ട്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. അതിൽ വായിക്കുമ്പോൾ ഒരു സംഭവം അതിങ്ങനെയാണ്. ഒരു ധനികനായ ഒരു മനുഷ്യന്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇവിടെ 2 മക്കളുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ വെക്കുമോ? ആ, ശരിയാണ്, ഒത്തിരി പേർക്കുണ്ടല്ലോ 2 മക്കൾ. നല്ല കാര്യം. ഓക്കെ, നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ അത് 2 ആൺമക്കളുള്ള ആരെങ്കിലും ഉണ്ടോ? ആ, ശരി. ഇതെന്ത് പറ്റി? എല്ലാവർക്കും 2 ആൺമക്കൾ വീതം. ശരി, ആ, ഈ വീട്ടിൽ 2 ആൺമക്കളാണ്. ശരി, 2 ആൺമക്കളുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അതിൽ ഈ പറഞ്ഞ ഇളയ മകൻ ഒരു ദിവസം അപ്പൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പ എനിക്ക് വരാനുള്ള വസ്തുവിലുള്ള വീതം എനിക്ക് ഇങ്ങനെ തരികയാണെങ്കിൽ ഞാൻ ദൂരത്ത് പോയി ഞാനൊന്ന് ജീവിച്ച് ബിസിനസ് ചെയ്തൊക്കെ കാണിച്ചു തരാം. അപ്പം വെറും പഴഞ്ചനാണ്. അപ്പൻ്റെ ഈ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവൂ. പക്ഷെ ഒരു കാര്യം, എനിക്കിവിടെ ഉണ്ട് ഇതൊന്നും പറ്റില്ല, എൻ്റെ വീതം ഇനി തരണമെന്ന് പറഞ്ഞു. അപ്പൻ ഒരു തർക്കവും പറയാതെ അപ്പൻ ഉടൻ തന്നെ 2 മക്കൾക്കുള്ള വീതം വിഭാഗിച്ച് ആ ഇളയവനുള്ളത് കൈ കൊടുത്ത് അവൻ എന്ത് ചെയ്തെല്ലാം വിറ്റ് കാശാക്കി ഒരു പോക്കങ്ങ് പോയി. ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവൻ അപ്പനെ വിട്ടൊരു ദൂരദേശത്ത് പോയി കൂട്ടുകാരുമായി കൂടി ഈ സമ്പത്തെല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അറിയാലോ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൂട്ടുകാർ കൂടുമ്പോൾ എല്ലാത്തരം ഇവൻ അല്ലെങ്കിൽ ചോദിച്ചാൽ നമുക്ക് കൈ കുറേ പൈസ വന്നാൽ അതൊന്ന് ചിലവഴിച്ച് തീർക്കാൻ വലിയ കഷ്ടപ്പെടുന്ന വല്ലവരും ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു പ്രായത്തിൽ ആൺകുട്ടികൾ അല്ലേ? കുറച്ച് പൈസ കൈ കിട്ടി അത് എപ്പോൾ തീർത്തു എന്ന് ചോദിച്ചാൽ മതി. അടിച്ചു പൊളിക്കാനൊക്കെ ഒത്തിരി നേരം വേണ്ട, കൂട്ടുകാർ കൃത്യമായിട്ട് വരും ആ സമയത്ത്. പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്നത്, ആ പയ്യൻ ഒരു ദൂരദേശത്ത് പോയി എല്ലാം ചെലവഴിച്ച് തീർത്തപ്പം അവനിനി ഒറ്റ പൈസ ബാക്കിയില്ലാതായപ്പം കൂട്ടുകാർ ഒന്നൊന്നായിട്ട് വിട്ടുപോയി. അവന് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി, അവന് കഴിക്കാൻ വകയില്ലാതെ വിശന്നു തുടങ്ങി. അവൻ താടിയും മുടിയൊക്കെ ഉളന്ന് ഈ പറഞ്ഞ തുണിയിട്ട് അവൻ അവസാനം ഒരു ജോലി കിട്ടി. എവിടെയാണെന്നറിയാമോ? ഇന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി
ഒരുമാതിരി മാന്യമായിട്ട് കിട്ടുമെന്ന് ചിന്തിക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് എല്ലാ ജോലിക്കും മാന്യതയുണ്ട് കേട്ടോ. പക്ഷെ അവന് കിട്ടിയത് ഒരു മനുഷ്യൻ്റെ പന്നികളെ മേയ്ക്കാൻ വയലിൽ അവന് പന്നികളെ മേയ്ക്കുന്ന ജോലി. ആലോചിച്ച് നോക്കി. ആ ജോലിയിൽ എല്ലാ ജോലിക്കും മാന്യതയുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അവിടുത്തെ ആ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും കുറഞ്ഞൊരു ജോലിയാണ് കിട്ടിയത്. ശരി, അവൻ ആ പന്നിയെ മേയ്ക്കുന്ന ജോലി പോയി ജോയിൻ ചെയ്തു. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തിനാണ്? കൂലിക്ക് വേണ്ടിയാണ്. എന്തിനാണ് കൂലി? ആ കൂലി കിട്ടിയിട്ട് വേണം ഭക്ഷണം മേടിച്ച് കഴിക്കാൻ, മിനിമം അല്ലേ? നമുക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഭക്ഷണം വേണമല്ലോ. പക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ്, ഈവൻ ഈ യജമാനൻ്റെ അടുത്ത് പോയി പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ഏറ്റെടുത്തിട്ടും അവന് ഭക്ഷണം പോലും കൊടുത്തില്ല. ഇനി അടുത്തത് ഒരു വരി കൂടി എഴുതിയിട്ടുണ്ട്, ആ പന്നി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചോളാമെന്ന് അവൻ സമ്മതിച്ചു, പക്ഷെ അതുപോലും അവന് കൊടുത്തില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, പന്നി കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. അത് മനുഷ്യൻ കഴിക്കില്ല, അത് മനുഷ്യനുള്ള ഭക്ഷണമല്ല. അവൻ നാട്ടിൽ ക്ഷാമം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഒന്നാമത് ഭക്ഷണ ദൗർബല്യമുണ്ട്, രണ്ടുപേരുടെയും പൈസയില്ല. അപ്പോൾ ഈ പന്നി കഴിക്കുന്ന ഭക്ഷണം കഴിക്കാമെന്ന അവസ്ഥയിൽ അവൻ താണു വന്നിട്ടും അതുപോലും ആരും അവന് കൊടുത്തില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ മുതലാളി കൊടുത്തില്ലയോ, അതോ പന്നികൾ കൊടുത്തില്ലയോ, അതോ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇവൻ ജോലി ചെയ്തിട്ട് ഒരു ഗുണവുമില്ല, ഇവന് ശമ്പളമില്ല, ശമ്പളം ഇവൻ ചോദിച്ചില്ല, ഭക്ഷണമേ ഉള്ളൂ. അതും പന്നി കഴിക്കുന്ന ഭക്ഷണം മതി, അതും കിട്ടിയില്ല. അവസാനം അവൻ ക്ഷീണിച്ച് വിശന്ന് തളർന്ന് അവൻ ആ പന്നിക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, അവനപ്പോൾ സുബോധം വന്നു. അവനിങ്ങനെ കുത്തിയിരിക്കുകയായിരിക്കും നിലത്ത്, ഇങ്ങനെ തല കൈവച്ച് ഇങ്ങനെ കുനിഞ്ഞായിരിക്കും ഇരുന്നത്. ബൈബിൾ എഴുതിയിട്ടുള്ളൊരു വാക്ക്, അപ്പോൾ അവന് സുബോധം വന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര സമ്പന്നതയാണ്, എത്ര ഭക്ഷണമുണ്ട്, എത്ര വേലക്കാർ അവിടെയുണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എന്ത് ചെയ്യുന്നു? ശേഷിപ്പിക്കുന്നു. ഈ ഞാനോ ഇവിടെ ഇരുന്ന് വിശന്ന് വലഞ്ഞ് ഇങ്ങനെ നരകിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, അവന് നല്ല അപ്പനുണ്ടായിരുന്നു, അപ്പൻ്റെ നല്ല വീടുണ്ടായിരുന്നു, അപ്പൻ്റെ വീട്ടിൽ എല്ലാ സമൃദ്ധിയും ഉണ്ടായിരുന്നു. ആ സമൃദ്ധിയിൽ നിന്നാണ് ഇവൻ്റെ തോന്നിയാസത്തിന് ഇറങ്ങി പോയത്. പക്ഷെ പോയെല്ലാം മുടിച്ച് കളഞ്ഞപ്പോൾ അവൻ്റെ സുബോധം വന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാനൊന്ന് ഓർത്തപ്പോൾ ഇന്നൊക്കെ അവിടെയുണ്ട്. ഇന്ന് നമ്മളാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് രണ്ടടിയും കൂടെ തലയടിച്ചിട്ട് എനിക്കിത് വരണം എന്ന് പറഞ്ഞിട്ടിരിക്കും. പക്ഷെ അടുത്ത വാക്യം എന്താ പറയുന്നറിയാമോ? അനന്തരം അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. കണ്ടോ, അവൻ തലവിധി എന്ന് പറഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുകയല്ലേ ചെയ്തത്. അവൻ സുബോധം വന്നപ്പോൾ എഴുന്നേറ്റ് മടങ്ങി അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. അടുത്ത സീൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ആ അപ്പൻ ഈ മകൻ ഇറങ്ങിപ്പോയ അന്ന് തൊട്ട് അപ്പൻ രോഗിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പന് 2 സ്ട്രോക്കിന് ശേഷം വന്നു, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൻ എന്നും ആ വീടിൻ്റെ ബാൽക്കണിയിൽ മുകളിൽ സീസി ചേറി കിടന്ന് റോഡിലോട്ട് ഗേറ്റിലോട്ട് നോക്കിയാണ് കിടക്കുന്നത്. ആരെയാണ് ഈ അപ്പൻ നോക്കി കിടക്കുന്നതെന്നറിയാമോ? എന്നെങ്കിലും എൻ്റെ മകൻ മടങ്ങി വരും, എന്നെങ്കിലും എൻ്റെ മകൻ മടങ്ങി വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കി. ചിലപ്പോൾ ഈ വേലക്കാരൊക്കെ ചോദിച്ചു, സാറേ അകത്തൊന്ന് കിടക്കാം സാറേ. ഇല്ല. സാർ എന്തിനു ഇങ്ങനെ വെളിയിരിക്കുന്നത്? ഇല്ല. അപ്പം അവർ തമ്മിൽ പറയും, ഈ കളവന് വേറെ പണിയൊന്നുമില്ലേ, ആ തോന്നിയാസി പോയെടുത്ത് അവൻ തുലഞ്ഞാണോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആയിക്കൊണ്ട് പോയിട്ട് അവനെ ഇനി വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ? ഈ അപ്പനെ ഇത്രയും ദുഃഖിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയ മോനെ. സത്യം പറഞ്ഞാൽ വേലക്കാർ അവർക്കൊരിക്കലും മോനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും നല്ലൊരു സാറ്, ഇത്രയും മക്കളെ സ്നേഹിക്കുന്നൊരു സാറ്, ആ സാറിനെ ഇങ്ങനെ ആക്കിയിട്ട് ആ മോൻ ഇങ്ങനെ ഇറങ്ങിപ്പോയല്ലോ എന്നായിരിക്കും എല്ലാവരും പറയുന്നത്. ഒരു ദിവസം ഈ അപ്പൻ ഇങ്ങനെ റോഡിലോട്ട് ഗേറ്റിലോട്ട് നോക്കിയപ്പം ഒരു മനുഷ്യക്കോലം ഇങ്ങനെ വരുന്നു. അങ്ങോട്ട് പോയപ്പോൾ എങ്ങനെ പോയെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. സ്വത്തെല്ലാം വാങ്ങിച്ച് കാശാക്കി പോകുമ്പം അവനെ അടിച്ച് പൊളിച്ച് അവൻ്റെ ഒരു വേഷവും ഒരു. പക്ഷേ ഇങ്ങോട്ട് വരുന്നത്, അവൻ നടന്നു വരുന്നത് ഒരു മനുഷ്യനാണോ നടന്നു വരുന്നത്? അതിന് വേഷങ്ങളുമില്ല, വസ്ത്രങ്ങൾ തന്നെ ഉണ്ടോ സംശയം. പ്രാകൃതനായിട്ട് വല്ലാത്ത അവസ്ഥയിലാണ് അവൻ വരുന്നത്. പക്ഷെ എങ്ങനെയോ അവൻ്റെ നടപ്പ് കണ്ടപ്പോൾ തന്നെ അപ്പന് മനസ്സിലായി, എൻ്റെ മകനാണ്. അടുത്ത വാക്യം ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ അപ്പൻ എഴുന്നേറ്റ് മകൻ്റെ അടുത്തേക്ക് ഓടിച്ച്. നിങ്ങൾ ചിന്തിക്കണം,
ഈ മകൻ ദൂരദേശത്ത് നിന്ന് ഈ അപ്പൻ്റെ അടുത്തേക്ക് ഓടിയാണോ വരുന്നത്? അല്ല. അവൻ തലകുനിച്ച് കുറ്റബോധത്തോടെ ക്ഷീണിച്ച് വിശന്ന് തളർന്ന് അല്ലേ, അപമാനഭാരം ലജ്ജാഭാരത്തോടു കൂടിയാണ് അവൻ പതുക്കെ പതുക്കെ തല കുനിഞ്ഞ് നടന്നു വരുന്നത്. പക്ഷെ തല കുനിഞ്ഞ് നടന്നു വരുന്ന അപ്പൻ്റെ അടുത്തേക്ക് വരുന്ന ആ മകൻ്റെ അടുത്തേക്ക് ഈ അപ്പൻ എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? ഓടിച്ചെന്നു. ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പതുക്കെ ചിലപ്പോൾ തല കുമ്പിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം തനിക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അടുത്ത് വരുന്നത് കണ്ടിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല.